NC500 റോഡ് ട്രിപ്പ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബർഡീൻ നഗരത്തിൻ്റെ ഒരു ഡ്രോൺ ഷോട്ടാണ്. ഞങ്ങൾ എങ്ങനെ അബർഡീനിലെത്തിയെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ പഴയ എപ്പിസോഡുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഇന്നലെ രാത്രി നമ്മുടെ ഏക്കയുടെ വീട്ടിലെത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത ദിവസം രാവിലെ നമ്മുടെ മെയിൻ ലക്ഷ്യമായ NC500 റോഡ് ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ് ദിവസമാണിന്ന്. നമ്മളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അറിയാമല്ലോ, NC500 റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻവേർണസിൽ നിന്ന് തുടങ്ങി ഇൻവേർണസിൽ വന്ന് തിരിച്ചെത്തുന്ന ഒരു റൗണ്ട് ട്രിപ്പാണ്, ഒരു 500 മൈൽസ്. അങ്ങനെ ആ NC500ൻ്റെ തുടക്കമായ ഇൻവേർണസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അബർഡീനിൽ നിന്ന് ഇൻവേർണസിലേക്കുള്ള യാത്ര അത്യാവശ്യം നല്ല ഭംഗിയേറിയതായിരുന്നു. രണ്ട് സൈഡിലും നല്ല സീനറിയൊക്കെ ആയി. ഞങ്ങളതൊക്കെ നല്ല എൻജോയ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ടിൻസ് ആണെങ്കിലും ആ ഡ്രൈവും നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായി. കാരണം വെച്ചാൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത വഴിയായിരുന്നു. അങ്ങനെ കുറച്ച് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവർക്കും അത്യാവശ്യം വിശപ്പൊക്കെ ആയി തുടങ്ങി. അങ്ങനെ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ UK കോഫി ഹൗസിൽ നിർത്താമെന്ന് കരുതി. വേറെ ഒരിടത്തുമല്ല, നമ്മുടെ നാട്ടിലെ നമ്മളൊരു ബഡ്ജറ്റ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഇന്ത്യൻ കോഫി ഹൗസിൽ തപ്പി നടക്കുന്ന പോലെ തന്നെ നമ്മുടെ UK ഞങ്ങളെല്ലാവരും പോകുന്നത് വെതർസ്പൂണിലാണ്. ഈ വെതർസ്പൂൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതിനപ്പുറം ഒരു ബ്രിട്ടീഷ് ട്രഡീഷണൽ ഫുഡും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കം പബ് എന്ന് വേണമെങ്കിൽ പറയാം. UK മെയിനായിട്ടുള്ള എല്ലാ സിറ്റീസിലും വെതർസ്പൂൺ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു വെതർസ്പൂണിലാണ് എത്തിയേക്കുന്നത്. ഈ വെതർസ്പൂണിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. പിന്നെ ഇവിടെ ഇപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വീക്കെൻഡ് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പബ്ബിലൊക്കെ ഫുൾ ആളായിരിക്കും. നല്ല ഒച്ചയും ബഹളവും ഡാൻസും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങളിത് അവിടെ ഒരു ടേബിളിൽ സെറ്റിലായി. പിന്നെ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ആപ്പ് വഴിയാണ്. നമ്മൾ ആപ്പ് വഴി ഓർഡർ ചെയ്യുന്നു, അവർ ഫുഡ് കൊണ്ട് സെർവ് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോട്ട് ഡ്രിങ്ക്സ്. നമ്മൾ ഹോട്ട് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അവർ നമുക്കൊരു മഗ്ഗാണ് കൊണ്ട് തരുന്നത്, ലൈക്ക് കപ്പാണ് കൊണ്ട് തരുന്നത്. ആ കപ്പിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും, അൺലിമിറ്റഡ് ആണ്, എത്ര തവണ വേണമെങ്കിലും പോയി നമുക്ക് കളക്ട് ചെയ്യാം. അങ്ങനെ ഞാനും അനിയും കുക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. AK ആണെങ്കിൽ ഒരു ബേക്കൺ ബർഗറും പിന്നെ ഒരു ഹാഗീസ് എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് നാഷണൽ ഡിഷാണെന്നാണ് അത് പറയുന്നത്. പിന്നെ ടിൻസും മെറിയും അപ്പുറത്തെ ടേബിളിൽ പോയി വേറെ എന്തോ ഓർഡർ ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് AKയോട് ചോദിച്ചു നോക്കാം, ഈ ഹാഗീസ് എന്താണ് സംഭവം, എന്ത് വെച്ചാണ് ഈ ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പം ഞാൻ കഴിക്കുന്നത് കണ്ടു, ഇതിൻ്റെ പേര് ഹാഗീസ് എന്ന്. അപ്പോൾ ഇതൊരു സേവറി സ്കോട്ടിഷ് പുഡിങ്ങാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീപ്പിൻ്റെ ലങ്സും ഹാർട്ടും ലിവറും കുടലും എല്ലാം കൂടെ ഓട്ട് മീലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ആയിട്ടുള്ള ഒരു സേവറി പുഡിങ്ങാണ്. സാധാരണ ഇതിങ്ങനെയല്ല, ഇതിപ്പോൾ ഞാൻ മാഷ് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. സാധാരണ ഒരു ഡിസ്ക് ഷേപ്പിലായിരിക്കും ഇത് കിട്ടുന്നത്. എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് യു ഷുഡ് ഓൾവേസ് ട്രൈ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ട്രിപ്പ് തിരിച്ചു. നേരെ ഇൻവേർണസിലേക്കുള്ള വഴിയാണ്. ഇന്നത്തെ ക്ലൈമറ്റ് നമ്മളെ ചതിക്കുമെന്നാണ് തോന്നുന്നത്. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടിൻസിൻ്റെ കത്തിവെപ്പുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് മഴയൊന്നും വലിയ കാര്യമായിരുന്നില്ല. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തങ്ങ് മുന്നോട്ട് പോയി. പിന്നെ ഈ വെതർസ്പൂണിൽ പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫുഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. അത്യാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവം തന്നെയാണ്. ഫൈനലി ഞങ്ങളുടെ നോർത്ത് കോസ്റ്റ് 500 റോഡ് ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് ഇൻവേർണസ് ടൗൺ കഴിഞ്ഞു. ആക്ച്വലി ഞങ്ങൾ അവിടെ നിർത്തിയില്ല, കാരണം വെച്ചാൽ ഈ ക്ലൈമറ്റ് ഇങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അബർഡീനിൽ നിന്ന് ഇറങ്ങി ഒരു പകുതിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. പിന്നെ പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പ് NC500 റോഡ് ട്രിപ്പ് പോകുന്ന സമയത്ത് ഈ ഇൻവേർണസിൽ നിന്ന് എല്ലാവരും ഫുൾ ടാങ്ക് അടിച്ച് റെഡി ടു ഈറ്റ് ഫുഡ്സോ എന്തെങ്കിലുമൊക്കെ ഗ്രോസറീസൊക്കെ മേടിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം വെച്ചാൽ പോകുന്ന വഴി ചെറിയ ചെറിയ വില്ലേജസ് ഉണ്ട്. അവിടെ ഫ്യൂൽ സ്റ്റേഷൻസ് കുറവാണ്, ബട്ട് ഉണ്ട്. എന്നാലും നമുക്കൊരു 50 മൈൽസിലും 70 മൈൽസൊക്കെ ഇടയ്ക്കാണ് ഒരു ഫ്യൂൽ സ്റ്റേഷനും പിന്നെ ഗ്രോസറീസും അങ്ങനെ കാണാനൊക്കെ പറ്റും. നമ്മൾ മാക്സിമം നമ്മൾ കാണുന്ന സമയത്ത് ഇതൊക്കെ ഫില്ല് ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഈ നോർത്ത് കോസ്റ്റ് 500 റോഡ് ട്രിപ്പിൽ പോകുന്ന റൂട്ടിൽ പല ഫേമസ് ആയിട്ടുള്ള സിനിമ, സ്കൈഫോൾ, അതിനകത്തെ ഒരു ജെയിംസ് ബോണ്ടിൻ്റെ ഒരു സീനുണ്ട്.
കാറിൻ്റെ പുറകിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ആ സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ റോഡ് ട്രിപ്പ് പോകുന്ന റോഡിലാണ്. അതുപോലെ ഹാരി പോട്ടർ, അങ്ങനെ കുറേ സിനിമാസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ലൈക്ക് പോകുന്ന റൂട്ടിൻ്റെ പ്രത്യേകതയാണ് മെയിൻലി. നമുക്ക് ആ ഒരു കിട്ടുന്ന ഡ്രൈവും ആ പോകുന്ന വഴികൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഈ റോഡെന്നൊക്കെയാണ്. രണ്ട് സൈഡിലും മരങ്ങളും, അതിൻ്റെ കൂടെ ഞങ്ങൾ ഈ ഓട്ടം സീസണിലും കൂടെ പോകുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നല്ല ഓറഞ്ച് യെല്ലോയിഷ് ഇലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളങ്ങനെ യാത്ര മാക്സിമം കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയി. പോകുന്ന വഴി ഇതുപോലെ ഒരു സൈഡിൽ ലോക്സും ഒരു സൈഡിൽ വാലീസും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. സ്കോട്ട്ലൻഡിൽ ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ തടാകം അല്ലെങ്കിൽ ലേക്ക് എന്ന് പറയുന്നതിനാണ് പറയുന്നത്. പിന്നെ ഇത് കണ്ടോ ഫ്രണ്ടിൽ നമുക്ക് കാണാം ആ മൗണ്ടൻ്റെയൊക്കെ മുകളിലായിട്ട് അത്യാവശ്യം നല്ല ഈ ഫോഗൊക്കെ ഫോം ചെയ്ത് നല്ല ഒരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ്. ആക്ച്വലി എനിക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ല, സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പ്രത്യേകതയേറിയ, അതിപ്പം നേച്ചറിൻ്റെ കാര്യത്തിലായാലും ഹിസ്റ്ററിയുടെ കാര്യത്തിലായാലും എല്ലാം ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള രാജ്യം തന്നെയാണ്. എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് കൺട്രി എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ ഈ ഭംഗിയൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ടിങ്ങനെ യാത്ര ചെയ്തു. എല്ലാവർക്കും ലൈക്ക് ഒരിക്കലും ഒരു ക്ഷീണമോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. കാരണം വെച്ചാൽ അത്രത്തോളം നമുക്കിത് കാണാനായിട്ടും ഇപ്പം ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പം നമ്മൾ കാണുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ അടുത്ത സ്റ്റോപ്പായ ലോക്നെസ്സിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്നെസ് എന്ന് പറയുന്നത് ഭയങ്കര വേൾഡ് ഫേമസ് ആയൊരു തടാകമാണ്. ഇത് ഭയങ്കര ഫേമസ് ആകാനായിട്ടൊരു മിസ്റ്റീരിയസ് കഥ തന്നെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ലോക്നെസ് മോൺസ്റ്റർ അല്ലെങ്കിൽ നെസ്സി എന്ന പേരുള്ള ഒരു മിസ്റ്റീരിയസ് ക്രിയേച്ചർ ഈ ലോക്നെസ്സിലുണ്ടെന്നാണ് കുറേ ആൾക്കാർ ക്ലെയിം ചെയ്യുന്നത്. അതൊരു റൂമർ പോലെ അത് ഭയങ്കര 1930 തൊട്ട് സ്പ്രെഡാകുന്നതാണ്. കുറേ ആൾക്കാർ പറയുന്നു ഞങ്ങളതിൻ്റെ ഒരു ഷാഡോ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ കണ്ടിട്ടുണ്ട് വലിയൊരു ജീവിയുടെ. കുറേ ആൾക്കാർ പറയുന്നു ഭയങ്കര കഴുത്തിൻ്റെ നീളമുള്ളൊരു ജീവിയാണത്, അതിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഇതിനെയൊക്കെ കടത്തി വെട്ടിയ ഒരു ഏറ്റവും ഫേമസ് ആയത് എന്താണെന്ന് വെച്ചാൽ ഒരു സർജൻസ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ ഈ ലോക്നെസ് മോൺസ്റ്ററിൻ്റെ ആണെന്നാണ് പറയപ്പെടുന്നത്. ആ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഫേക്കാണോ റിയലാണോ എന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് റിസർച്ചും ഒരുപാട് ഡിബേറ്റ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ മിത്തൊക്കെ ഇതിൻ്റെ പിന്നിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഒരു ഭയങ്കര മിസ്റ്റീരിയസ് ബിഹേവിയർ ഉള്ള ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആഫ്റ്റർ ഓൾ ഒരു നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥലം അടിപൊളിയാണ്. ഇതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന നല്ലൊരു ലേക്ക്, അതിൻ്റെ ചുറ്റും വാലീസ്, ദൂരെ നമുക്ക് നല്ല മൗണ്ടെയ്ൻസ് ഒക്കെ കാണാം. അങ്ങനെ അത്യാവശ്യം നമുക്കൊരു മിസ്റ്റീരിയസ് സ്കെയറി ഫീലും തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററിയും കഥയൊക്കെ സംഭവം ഇതാണ്. ഇങ്ങനെയാണ് ഈ ലോക്നെസ് ഭയങ്കര ഫേമസ് ആയി. ഞങ്ങളങ്ങനെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങി. അപ്പോൾ മുന്നോട്ട് പോകും തോറും നല്ല ഭംഗിയേറി വന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മളിങ്ങനെ മലകളൊക്കെ കയറുന്നു. അതുപോലെ രണ്ട് സൈഡിൽ നല്ല ഗ്രീൻ കളറിലുള്ള വാലീസ്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പം ഏകദേശം നമ്മുടെ ഉച്ചയൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ചെറിയ വിശപ്പും കാര്യങ്ങളൊക്കെ ആയി. ഇതുവരെ ഞാൻ വലിയ ടൗണും വില്ലേജൊന്നും കണ്ടില്ല. ഞങ്ങളിപ്പോൾ അടുത്ത ടൗണിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമോ. അവിടെ എന്തെങ്കിലും ചെറിയ ഗ്രോസറി ഷോപ്പ് വല്ലതും ഉണ്ടെന്നെങ്കിൽ അവിടെ കയറി കഴിക്കുക എന്നുള്ള ഇതിൽ അങ്ങനെ അതിന് വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇരുന്നു. സുഹൃത്തുക്കളെ, നമ്മളിപ്പം എത്തി നിൽക്കിയിരിക്കുന്നത് ബ്യൂലി എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഗൈസ്. ഷിംല ഇന്ത്യൻ ക്യൂസിംഗ്. എവിടെ ഇന്ത്യൻ ക്യൂസിംഗ് ഉണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങൾ പോകുന്ന വഴിയുള്ളൊരു ചെറിയൊരു ടൗൺ. ആഫ്റ്റർ ക്രോസിലേക്ക് പോകുന്ന വഴിയുള്ള ബ്യൂലി എന്ന് പറഞ്ഞ ടൗൺ. ജസ്റ്റ് അവിടെ ഒരു ചെറിയ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാനായിട്ട് മേടിക്കാമെന്ന് വിചാരിച്ച് കയറാണ്ട് നിർത്തിയത്. ഇവിടെ ചെറിയൊരു ഗ്രേവി യാർഡൊക്കെ ഉണ്ട്. പക്ഷെ നല്ല മഴയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടുത്തെ ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഓപ്പൺഡ് ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു ടെസ്കോയിൽ കയറി റെഡി ടു ഈറ്റ് ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി.
ആ വില്ലേജ് മെല്ലെ കടന്ന് പോകുമ്പോൾ നമുക്ക് ചെറിയ ബോർഡൊക്കെ കാണാം, NC500 വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. എല്ലാം ഉണ്ട്. വാൽപ്പാറ പോകുന്നുണ്ട്. എൻ്റെ അളി അവിടെ മോനെ നിർത്തിത്ത നമ്മൾ വിചാരിക്കുന്നതല്ല. അത് പോയി വൈപ്പിട അത് ഇറങ്ങി വരുന്നതിന്റെ ഭംഗിയായിരുന്നു. ഭംഗി ഡാഷ് ക്യാമിൽ എടുക്കാം, എടുക്കാൻ പറ്റും, നല്ല വ്യൂ കിട്ടും. പക്ഷെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ മറ്റേ മൈലും കാണിക്കും, ടൈമും ഡേറ്റും ചിലപ്പോൾ ലൊക്കേഷനും കാണിച്ചു തരും. പോകുന്ന വഴി ഇതുപോലെ ചെറിയ ചെറിയ ടൗൺസ് ഒക്കെ കാണാം. പക്ഷേ ഈ ടൗൺസ് ഒന്നും വലിയ ജനസംഖ്യയുള്ള ടൗൺസ് ഒന്നും അല്ല, വളരെ ചെറിയ ടൗൺ. ഈ NC500 റോഡ് ട്രിപ്പിലുള്ള ലൈക്ക് സ്ഥലങ്ങളിലെല്ലാം പോപ്പുലേഷൻ വളരെ കുറവാണ്. പറയുവാണെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഹൈലാൻഡ്സിൽ, ഈ സ്കോട്ടിഷ് ഹൈലാൻഡ്സിൽ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഈ സ്കോട്ട്ലൻഡിൻ്റെ തന്നെ മെയിൻ പോപ്പുലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേ സിറ്റീസ് എന്ന് പറയുന്നത് എഡിൻബറയും ഗ്ലാസ്ഗോ ഒക്കെയാണ്. അത് കഴിഞ്ഞ് ഹൈലാൻഡ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പോപ്പുലേഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ ഈ റോഡ് ട്രിപ്പിൽ കാണാം ഇതുപോലെ ചെറിയ ചെറിയ ടൗൺസ് വരുമ്പോൾ ഉള്ള കുറച്ച് ഉണ്ടെന്നല്ലാണ്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ മലകളും കുന്നും മലയും തന്നെ. ഫുൾ ഒരു പീസ്ഫുൾ എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സ്ഥലവും അടിപൊളിയാണ്. കാരണം വെച്ചാൽ നമുക്ക് നേച്ചറോട് കൂടുതൽ അടുക്കാൻ പറ്റുന്ന ലൈക്ക് അത്രത്തോളം ഭംഗിയുള്ള സ്ഥലമാണിത്. ഇവിടുത്തെ തന്നെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പം എൻ്റെയർലി ലാൻഡ്സ്കേപ്പ് അങ്ങ് മാറും. നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ആ വണ്ടി കണ്ടില്ലേ, ആ വണ്ടി പോലൊക്കെ തന്നെയാണ് ഈ സ്കോട്ട്ലൻഡ് ഹൈലൻഡ്സിൻ്റെ ഭംഗിയും. അത്ര അടിപൊളിയാണ്. ഞങ്ങളീ പൊക്കോണ്ടിരിക്കുന്ന റോഡ് തന്നെ നോക്കി, ആ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ലൈക്ക് ആ കേർവി റോഡ്സും ഡ്രൈവ് ചെയ്യാനും നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഭംഗി, ലൈക്ക് ആ ഫ്രെയിം കാണാൻ തന്നെ നല്ല കിടുക്കനാണ്. ആക്ച്വലി നമുക്ക് ഈ വീഡിയോയിലോ ഫോട്ടോയിലോ ഒന്നും നമുക്ക് കൂടുതൽ ഇത് പറയാൻ പറ്റത്തില്ല. അത് സത്യം പറഞ്ഞാൽ പോയി ലൈക്ക് എക്സ്പ്ലോർ ചെയ്തതിന് വേണം. കണ്ടോ, ഒരു സൈഡിൽ കൂടെ റോഡ് പോകുന്നു, ഒരു സൈഡിൽ ലോക്ക്, ഒരു സൈഡിൽ റെയിൽവേ പാളം. കണ്ടോ, നമുക്കൊരു ഇതൊക്കെ കണ്ട ഒരു മൂവി ലൊക്കേഷൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്കും അടിപൊളിയാണ് ഈ ഹൈലാൻഡ്സിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. ഇവിടുത്തെ ചെടികളായാലും ഇവിടുത്തെ ആ ഒരു വെറൈറ്റി, എല്ലാ സ്ഥലങ്ങൾക്കൊരു പ്രത്യേക നല്ല ഫ്രെയിമുണ്ട്. നമുക്ക് എല്ലായിടും ഇറങ്ങി നിർത്തി ഫോട്ടോ എടുത്ത് പോകാനൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ട് ടൈമിൽ, അതുകൊണ്ട് എല്ലായിടും അങ്ങനെ ഇറങ്ങിയൊന്നും പോകാനൊന്നും പറ്റില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ വണ്ടി സൈഡാക്കി. അത്യാവശ്യം നല്ലൊരു ഓട്ടം ഫീല് വരുന്ന ഒരു സീനിക് വ്യൂ തന്നെ ആയിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഡ്രോൺ എടുത്തു. എൻ്റെ ഡ്രോൺ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഏരിയൽ വ്യൂവും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ ഭംഗി. ഈവൻ ആ ക്ലൗഡി വെതറിൽ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അതെ ആ സൺലൈറ്റ് ആ മേഘത്തിനിടയിൽ കൂടെ പ്രൊജക്റ്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പാർട്ടി മാത്രം വന്നിരിക്കുമ്പോൾ അത് കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ നിങ്ങൾക്ക് ആ വിഷ്വൽസിൽ കാണാം, ഒരു സൈഡിൽ കൂടെ കനാല് പോകുന്നു, റെയിൽവേ പാളങ്ങൾ പോകുന്നു, പിന്നെ ഒരു സൈഡിലെ റോഡ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഹൈലാൻഡ്സിൻ്റെ ഒരു മാജിക്ക് തന്നെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ സ്കോട്ട്ലൻഡിൽ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നിക്കുന്ന കുറേ കാര്യങ്ങൾ. ഈവൻ ഏത് ക്ലൈമറ്റിലും ഏത് വെതറിലും ഏത് സീസണിലും സ്കോട്ട്ലൻഡ് ഭയങ്കര ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടി നമ്മൾ ഏത് ലൊക്കേഷനിൽ പോയാലും നമുക്കത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മെല്ലെ ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനായ ആപ്പിൾ ക്രോസിലേക്ക് തിരിച്ചു. ആ പേരിൽ തന്നെ ഒരു വെറൈറ്റി അല്ലേ. ഇന്ന് രാത്രിയിലെ ഞങ്ങളുടെ അക്കോമഡേഷൻ അങ്ങ് ആപ്പിൾ ക്രോസിൽ ബുക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ആ ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ തന്നെ മെയിൻ ഒരു റീസൺ ഉണ്ട്. UK തന്നെ മോസ്റ്റ് സ്കേറിയസ്റ്റ് ആൻഡ് ഡേഞ്ചറസ് പാസ് എന്നറിയപ്പെടുന്ന ബലക്നാബ പാസ്, അത് പോകുന്നത് ലൈക്ക് നമ്മൾ ആപ്പിൾ ക്രോസിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ബലക്നാബ പാസ് സ്ഥിതി ചെയ്യുന്നത്. ആ റൂട്ടിൽ കൂടെ പോകാൻ വേണ്ടി മാത്രമായിട്ടാണ് അവിടെ ഞങ്ങൾ അക്കോമഡേഷൻ എടുക്കാൻ കാരണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ടേ അവിടുത്തെ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കണമെന്ന് ഭയങ്കര ലൈക്ക് ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനും. പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഡ്രോൺ ഷോട്ട് എടുക്കാൻ പറ്റിയില്ല.
അവിടെ വെച്ച് എൻ്റെ ഡ്രോൺ ക്രാഷ്ഡായി. എന്ത് പറ്റിയെന്നറിയണമെന്നെങ്കിൽ അടുത്ത വീഡിയോ എന്തായാലും കാണണം. അതിനുവേണ്ടി സ്റ്റേ ട്യൂൺഡ്. പക്ഷേ ആ ബലക്നാബ പാസിലെ വ്യൂവും വിഷ്വൽസും ആ സ്കെയറി ഫീലും അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ അടുത്ത വീഡിയോ കാണണം. അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു. ബൈ.